Meet the editors. റിപ്പോർട്ട് പുറത്തു വരുമോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ, ഇന്നുണ്ടായ നാടകീയ സംഭവങ്ങൾ അറിയാമല്ലോ. 11 മണിക്ക് നമുക്ക് റിപ്പോർട്ട് കിട്ടേണ്ടതായിരുന്നു. അതെ, എന്താ തോന്നുന്നത്, റിപ്പോർട്ട് പുറത്തു വരൂ? റിപ്പോർട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു ഘട്ടത്തിൽ ഈ സർക്കാർ നിർബന്ധിതമാകുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം പൊതുസമൂഹം അത്രയേറെ ജാഗ്രതയോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണിത്. ഞാൻ നേരത്തെയും ഈ ചർച്ചകളിൽ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഇതിന് 2-3 ഘട്ടങ്ങളുണ്ട്. 2017 നമ്മുടെ കൂട്ടത്തിൽ പ്രശസ്തയായ ഒരു നടി ആക്രമിക്കപ്പെടുന്നതോടുകൂടിയാണല്ലോ പിന്നെ കേരളത്തിലെ സിനിമാ രംഗത്തെ അനാവശ്യമായ അനഭിലഷണീയങ്ങളായിട്ടുള്ള പ്രവണതകൾ എന്തൊക്കെയാണ്, അത് ഉച്ചാടനം ചെയ്യപ്പെടേണ്ടതുണ്ട്, അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ആവശ്യവുമായിട്ട് സ്ത്രീ പ്രവർത്തകർ പലരും രംഗത്ത് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തു. അതൊരു നല്ല സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. നിശ്ചയമായും കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വ്യവസായ മേഖലയാണ്. അതൊരു കലാമേഖലയാണ്. അതിനോടൊപ്പം തന്നെ വലിയ റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യവസായ മേഖല കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വർഷം തന്നെ ആദ്യത്തെ ഒരു 4-5 മാസം കൊണ്ട് മലയാള സിനിമ മേഖല മാത്രം സ്വരൂപിച്ചിരിക്കുന്ന ഏതാണ്ട് 1000 കോടി രൂപയുടെ വരുമാനമാണ്. 1000 കോടി രൂപയുടെ വരുമാനം 4-5 മാസം കൊണ്ട് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ആ മേഖല കാണിക്കുന്നത്. ഇപ്പം പല വ്യവസായ രംഗങ്ങളും വലിയ തളർച്ച നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇത്രയും വലിയ നേട്ടമുണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വലിയ ടാക്സ് നികുതി വരുമാനം സർക്കാരിന് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ് സിനിമ. ആ സിനിമാ മേഖലയിൽ അനാവശ്യമായ പ്രവണതകൾ രൂപപ്പെട്ടു വരികയും അത് ശക്തിയാർജിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് അവിടെ ഈ പറയുന്ന നമ്മളെപ്പോഴും ഈ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ജനവിഭാഗം എന്ന നിലയ്ക്ക് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇതൊരു തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലയിൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ തൊഴിൽ നീതി എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്, വേതനത്തിൻ്റെ പ്രശ്നമുണ്ട്, ലിംഗസമത്വത്തിൻ്റെ പ്രശ്നമുണ്ട്, ശുചിത്വത്തിൻ്റെ പ്രശ്നമുണ്ട്, ശിശുപരിപാലനത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ആ മേഖലയിൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ആ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കമ്മിറ്റിയാണ് ഒരു കമ്മിറ്റിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അല്ല നിയോഗിച്ചിരിക്കുന്നത്. ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ് നിയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ആ ജുഡീഷ്യൽ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടും അതിൻ്റെ മുകളിലൊരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുണ്ട്, ATR ഉണ്ട്. അതായത് ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ആ കാര്യത്തിനകത്ത് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, ഈ രണ്ടും കൂടി ചേർന്നാണ് നിയമസഭയുടെ ടേബിളിൽ വെക്കേണ്ടത്. ഒരു സർക്കാർ അതിന് നിർബന്ധിതമാണ്. ഇവിടെ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ജസ്റ്റിസിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ തന്നെ ആരുടെയും സ്വകാര്യത ഹനിക്കപ്പെട്ടുകൂടാ എന്നൊരു തീരുമാനമുണ്ട്. ഇല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണല്ലോ അന്വേഷിക്കേണ്ടത്. ആ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ചാൽ ഈ നിയമസഭയുടെ പുറത്ത് ഇത് ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഒരു പബ്ലിക് സ്പേസിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? ഇവിടെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ തന്നെ സർക്കാർ ആരുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറേണ്ട എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആരുടെയും സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്ന ഒരു കാര്യവും ചെയ്യേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവണതകൾ അനാവശ്യമായിട്ട് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ എന്നുള്ളതിലേക്ക് ഒന്നാം പിണറായി സർക്കാർ എടുത്ത നിലപാട് വളരെ ശരിയാണെന്ന്. 2017 പിന്നെ ഒരു റേപ്പ് കേസ് ഉണ്ടാകുന്നു. 2017 തന്നെ ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നു. എന്താ സംഭവിച്ചത്? 2019 ഡിസംബർ 31 ഈ കമ്മിറ്റി പിന്നെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു, സർക്കാരിന് സമർപ്പിച്ചു. ഇന്നിപ്പോൾ നമ്മളിരിക്കുന്ന 2024 ഓഗസ്റ്റിലാണ്. ഏതാണ്ട് 4.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 4.5 വർഷമായിട്ടും ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. മറിച്ച് ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളുണ്ടല്ലോ, ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യണ്ടേ? അങ്ങനെയുണ്ടല്ലോ. കാരണം വെച്ചാൽ ഇതൊരു വലിയ തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് വലിയ കൺസേൺ ഉള്ള അല്ലെങ്കിൽ അവരുടെ സമത്വത്തെ സംബന്ധിച്ച് വളരെ വിപ്ലവകരമായ തീരുമാനം എടുത്തിട്ടുള്ള സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാർ, അല്ലേ? അതായത് ഈ പറയുന്ന ശബരിമല പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ അപ്പോൾ തന്നെ അത് നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെടുകയും അതിന് വലിയ രാഷ്ട്രീയ നഷ്ടം അനുഭവിക്കുകയൊക്കെ ചെയ്തൊരു മുന്നണിയും സർക്കാരുമാണ് ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടിലും ആ കമ്മിറ്റ്മെൻറ്റിലും യാതൊരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ നിലപാട് ഇക്കാര്യത്തിലും ആവർത്തിക്കപ്പെടണം. 4.5 വർഷമായിട്ട് പക്ഷേ ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. അതായത് ഈ സർക്കാർ എടുത്ത ഇനിഷ്യേറ്റീവ് നല്ലതായിരിക്കുമ്പോൾ തന്നെ ആ ഇനിഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന റിപ്പോർട്ടിൽ ഒരു നടപടി എടുക്കാനുള്ള തീരുമാനം സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെന്താ സംഭവിച്ചത്? ഇത് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മാധ്യമപ്രവർത്തകരാണ് പോകുന്നത്, അല്ലേ? അങ്ങനെ മാധ്യമപ്രവർത്തകർ പോകുമ്പോൾ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുമ്പോൾ വിവരാവകാശ കമ്മീഷൻ ചില ഉപാധികളോട് ഇത് പുറത്തുവിടാൻ പറയുന്നു.
അതിന് സർക്കാർ തയ്യാറായിട്ടുണ്ട്. അത് സർക്കാർ തയ്യാറാകാതിരിക്കാൻ കഴിയില്ല. ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, നോക്കൂ ഇതിനകത്ത് സ്വകാര്യതയൊന്നും ലംഘിക്കാതെ ബാക്കിയുള്ള ഭാഗങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കണം എന്ന് പറയുന്നു. മാധ്യമങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പൊതുജന ജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വിവരാവകാശ കമ്മീഷൻ എടുക്കുന്നു, സർക്കാർ അതിന് വഴങ്ങുന്നു. അപ്പോഴാണല്ലോ ഒരു കേസുമായിട്ടൊരാൾ കോടതിയെ സമീപിക്കുന്നത്. കോടതി എന്താ പറഞ്ഞത്? കോടതി അത് തള്ളിക്കളഞ്ഞിട്ട് ഒരാഴ്ച സമയത്തിന് നൽകുകയും അതിനുശേഷം ഇത് പബ്ലിഷ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇന്നിപ്പം രഞ്ജിനിയുടെ കേസ് വന്നിരിക്കുന്നു. രഞ്ജിനി അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരമാണ്. ഏറെക്കാലം മലയാള സിനിമാ രംഗത്ത് വളരെ പ്രശസ്തയായി പ്രവർത്തിച്ചിട്ടുള്ള നടിയാണ്. ഇന്ന് അവർ കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ഓർഡറിൽ എന്തെങ്കിലും സ്റ്റേ കൊടുത്തിട്ടുണ്ടോ? ഒരു സ്റ്റേയും ഇല്ല. ഒരു സ്റ്റേയുമില്ലെന്ന് മാത്രമല്ല, തിങ്കളാഴ്ച ഈ കേസ് കേൾക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസ് പരിഗണിക്കാൻ തിങ്കളാഴ്ച വെച്ചിരിക്കുന്നു എന്നതുകൊണ്ട് സർക്കാരിന് മേൽ യാതൊരു തരത്തിലുള്ള ബൈൻഡിങ്ങും ഇല്ല. അതായത് ഇത് വേണമെങ്കിൽ ഇന്ന് പുറത്തുവിടാമായിരുന്നു. കാരണം വെച്ചാൽ കോടതിയുടെ നേരത്തെ ഒരു ഉത്തരവുണ്ട്, ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ പുറത്തുവിടാവുന്നതേ ഉള്ളൂ എന്ന കോടതി ഓർഡർ അതേപോലെ നിലനിൽക്കുന്നു. അതിന് മേൽ ഒരു സ്റ്റേയും ഇല്ല. അപ്പോൾ നിസ്സാരമായിട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം തന്നെ സർക്കാരിന് ഇത് പുറത്തുവിടാമായിരുന്നു. തിങ്കളാഴ്ച മറ്റ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ ഇപ്പോൾ കോടതി പോലും വളരെ മുൻകരുതലോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ കോടതിക്ക് പറയാമല്ലോ, തിങ്കളാഴ്ച ഞങ്ങൾ ഇത് പരിഗണിക്കാനിരിക്കുന്നുണ്ട്, അതുവരെ ഇത് പുറത്തുവിട്ടരുതെന്ന് പറയാം. അപ്പോൾ നേരത്തെ ഉത്തരവിന് സ്റ്റേ ആയി. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിലൊരു തടസ്സമില്ല. അപ്പോൾ സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത്? ഇനിയിപ്പോൾ എല്ലാം SPIO ആണ്, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഈ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതാണ്. അങ്ങനെയില്ല. കാരണം വെച്ചാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ SPIO അതനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. SPIO എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ തീരുമാനങ്ങൾക്കും വിവേചനാധികാരത്തിനും വിട്ടുകൊടുക്കേണ്ട ഒരു പ്രശ്നവുമല്ല ഇത്. നോക്കൂ, സാങ്കേതികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തടസ്സമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ കേൾക്കേണ്ടതുണ്ട്, നിയമവിദഗ്ധരെ കേൾക്കേണ്ടതുണ്ട്. അതിനാണല്ലോ AG അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഒരു സാങ്കേതികമോ നിയമപരമോ ആയ തടസ്സം ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഒരു ഉദ്യോഗസ്ഥയുടെ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ആ പവറിൽ അവരെടുത്തോട്ടെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോകുന്നത് സർക്കാർ. അത് ശരിയല്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് 2019 ഡിസംബർ 31 നിങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് കിട്ടുന്നു. 2024 വരെയും നിങ്ങളത് പൂഴ്ത്തിവെക്കുന്നു. അതിൻ്റെ മേലൊരു നടപടിയും എടുക്കുന്നില്ല. നടപടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ആർക്കെങ്കിലും എതിരായിട്ടുള്ള കേസൊന്നും എടുക്കാൻ ഈ റിപ്പോർട്ടിൽ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അവിടുത്തെ സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ട്, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്നുള്ളതിലേക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അതൊന്നും തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ ഉത്തരവ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തുവിടാം. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞിട്ട് അതൊരു കേസാകുന്നു. ആ കേസ് തള്ളി കോടതി ഒരു ഉത്തരവ് പറയുന്നു. ആ ഉത്തരവ് സർക്കാരിന് അനുകൂലമായിരിക്കുന്നു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വിടാവുന്ന ഒരു ഡോക്യുമെൻ്റ് ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ പിന്നിൽ നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടും. അത് സ്വാഭാവികമല്ലേ. ഇന്നിപ്പോൾ രഞ്ജിനി പോയിട്ട് പറഞ്ഞിരിക്കുന്ന കേസ് എന്താണെന്നറിയാമോ? ഞാൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് തന്നെയാണോ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്കറിയണം. അറിഞ്ഞാൽ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നുള്ളതാണ്. നോക്കൂ, ഏതൊരു ബോഡിയിൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മൊഴി കൊടുത്താൽ ആ മൊഴി രേഖപ്പെടുത്തുമല്ലോ അവർ. രേഖപ്പെടുത്തിയതിന് ശേഷം നിങ്ങളെ അത് വായിച്ച് കേൾപ്പിക്കും. അങ്ങനെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നിങ്ങളത് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ താഴെ ഇത് ഞാൻ കൊടുത്ത മൊഴിയാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കും. ഇതാണ് അവിടെ നടന്നിട്ടുള്ള പ്രോസസ്സ്. ഈ കമ്മിറ്റിയിൽ പോയിട്ടുള്ള മറ്റെല്ലാ ആളുകൾക്കും ഈ പ്രോസസ്സിലൂടെ കടന്നുപോയെന്നാണ് കുറച്ച് മുമ്പ് ദീദി ദാമോദരൻ ഒരു ഡിസ്കഷനിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ഡിബേറ്റിൽ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ അവിടെ പോയിട്ട് ഈ പറയുന്ന കമ്മിറ്റി മുമ്പാകെ കാര്യങ്ങൾ പറഞ്ഞു, അത് റെക്കോർഡ് ചെയ്തെടുത്തു, എന്നിട്ട് എഴുതി വെച്ചതിന് ശേഷം എന്നെ വായിച്ച് കേൾപ്പിച്ചു. ഞാനത് മുഴുവൻ ബോധ്യപ്പെട്ടു. ചില തിരുത്തലുകൾ ഞാൻ നിർദ്ദേശിച്ചു, ആ തിരുത്തലുകളും വരുത്തി. അതിനുശേഷം അതിന് താഴെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഇതാണ് പ്രോസസ്സ്. ഇത് എവിടെയും ഇതാണ് പ്രോസസ്സ്. നിങ്ങൾ പോയിട്ടൊരു മൊഴി കൊടുത്തിട്ട് ഇനിയിപ്പോൾ പൊക്കോളൂ, പിന്നെ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഇവിടെ രഞ്ജിനിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. രഞ്ജിനിക്ക് ഏതായാലും ഇന്നലെ രാത്രിയിൽ ഒരു തോന്നലുണ്ടാവുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ അവിടെ എഴുതി ചേർത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കോടതിയിലേക്ക് പോയി ഞാൻ എൻ്റെ സ്വകാര്യത സംരക്ഷിക്കാനാണ് പോയിരിക്കുന്നത്, അല്ലാതെ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്നതിനല്ല എന്ന് രഞ്ജിനി പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാനൊക്കെ പ്രയാസമുണ്ട്. കാരണം 2017 ഈ മുതൽ 19 വരെയുള്ള പ്രോസസ്സാണ് നടന്നിരിക്കുന്നത്. അതിലൊരു സമയത്താണ് രഞ്ജിനി ഈ പറഞ്ഞ മൊഴി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 17 മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 7 വർഷം കഴിഞ്ഞു. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിൽ കണക്കെടുക്കുകയാണെങ്കിൽ 4.5 വർഷം കഴിഞ്ഞു. ഇതിനിടയിൽ ഒന്നും തോന്നാത്തൊരു ആകാംക്ഷ ഇന്നലെ രാത്രി രഞ്ജിനിക്ക് ഉണ്ടായി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. എന്തായാലും രഞ്ജിനിയുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് കോടതിയിലേക്ക് പോകാം. പക്ഷേ കോടതി ഇന്ന് വളരെ കൃത്യമായി എടുത്തിരിക്കുന്ന ഒരു നിലപാട്, റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സവാദം കോടതി ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല,
നേരത്തെയുള്ള വിധിക്ക് ഒരു സ്റ്റേയും കൊടുത്തിട്ടില്ല. ആ വിധി അതേപോലെ തന്നെ തുടരുകയാണ്. അപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നതിനകത്ത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് കൃത്യമായി ഈ പറയുന്ന ഉദ്യോഗസ്ഥയോട് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യാവുന്നതുണ്ടായിരുന്നുള്ളൂ. ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായി എന്ത് തരം സമ്മർദ്ദത്തിനാണ്, ആരുടെ സമ്മർദ്ദത്തിനാണ്, ഏത് വ്യക്തികളുടെ സമ്മർദ്ദത്തിനാണ് ഈ സർക്കാർ കീഴ്പ്പെട്ടിരിക്കുന്നതെന്ന് പൊതുജനങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, ഒരു ആശങ്കയുണ്ടാകും. ആ ആശങ്ക ഓരോ ദിവസം കഴിയും തോറും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് സർക്കാരും സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത്. ഒരു സംസ്ഥാനത്തും അവിടുത്തെ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളം ഒരു മാതൃകാപരമായ സ്റ്റെപ്പാണ് വെച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പക്ഷേ അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ പ്രക്രിയകളും ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പിന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിനെ ആരെങ്കിലും സംശയിച്ചാൽ അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊസിഷൻ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് കേരളത്തിൽ ഈ വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോടാണ് എങ്കിൽ, അവരനുഭവിക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾ ആ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഓരോ വനിതകളും പറഞ്ഞിട്ടുള്ള ആകാംക്ഷകൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2, 3 എന്ന നിലയ്ക്ക് ഞങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ആ ആർജവം സർക്കാർ കാണിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇക്കാര്യത്തിൽ പൊതുജന സമൂഹം വളരെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കുന്നു. അത് ആരുടെയെങ്കിലും സ്വകാര്യ രഹസ്യങ്ങൾ അറിയാനുള്ളൊരു താല്പര്യമല്ലെന്നേ. നിങ്ങൾ അതിനെ അങ്ങ് ലഘൂകരിക്കേണ്ട. അതായത് ഓരോരുത്തരുടെയും കിടപ്പുമുറികളിൽ ഒളിഞ്ഞു നോക്കാനുള്ളൊരു സാമാന്യ വ്യഗ്രതയുടെ അടിസ്ഥാനത്തിൽ ഓരോ മലയാളിയും ഈ റിപ്പോർട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന നിലയ്ക്കല്ല. അങ്ങനെ അത്ര അധമമായ ഒരു സമൂഹമല്ല കേരളത്തിലെ സമൂഹം. കേരളത്തിലെ സമൂഹം ഈ പറയുന്ന കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ ആദരിക്കുന്നവരാണ്, അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, അവരുടെയൊക്കെ ഫാൻസാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഏതെങ്കിലും നിലവാരത്തിൽ ചെളിവാരി എറിയുക എന്നൊരു ലക്ഷ്യമൊന്നും ഈ പറയുന്ന ഈ പുറത്തു നിൽക്കുന്ന പൊതുസമൂഹത്തിനില്ല. പക്ഷേ അവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട താരങ്ങൾ ഓരോ സമയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ പലരും പല സമയത്ത് ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പലരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പലരും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവർ പലരും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, അവരെ പലരും ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊന്നും പറ്റില്ല. ഏതാനും ചില വ്യക്തികൾ ഇരുന്നിട്ട് ഇപ്പം ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന സിനിമാ പ്രേക്ഷകനാണ്. ആ പ്രേക്ഷകനാണ് നിങ്ങളെ വലിയ താരമാക്കി നിർത്തുന്നത്, നിങ്ങളുടെ ഇൻഡസ്ട്രിയെ വലിയ ഇൻഡസ്ട്രിയാക്കി നിർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഏതാനും ചില ആളുകൾക്ക് ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഉയർത്തുകയും ചില വ്യക്തികളെ മനഃപൂർവ്വം താഴ്ത്തുകയും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഇല്ല. നിങ്ങൾ കലാകാരന്മാരും കലാകാരികളും എന്നതിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത് വളരെ പുരോഗമനപരമാണ്. അതുകൊണ്ട് ആ പുരോഗമനപരമായ സൊസൈറ്റിയുടെ ഈ പറയുന്ന നിലപാടിനെ ബോധ്യപ്പെട്ടുകൊണ്ട് സർക്കാർ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ സർക്കാർ ഒരു പുരോഗമന സർക്കാരാകുന്നത്. ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരം ഒരു നിലപാട് വരുന്നില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്കുറപ്പാണ് ഈ റിപ്പോർട്ട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവിട്ടേ കഴിയൂ. കാരണം അത്ര ജാഗ്രതയോടുകൂടി ഇത് പൊതുസമൂഹം നോക്കി നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു ദിവസം കഴിയും, ഒരാഴ്ച കഴിയുമായിരിക്കും, ഒരു മാസം കഴിയുമായിരിക്കും. പക്ഷേ ഇറ്റ് ഹാസ് ടു കം ഔട്ട്. അത് വന്നേ പറ്റുള്ളൂ. അത് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുമോ എന്നുള്ളതാണ് ചോദ്യം. റിപ്പോർട്ട് പുറത്തു വരുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഡോക്ടർ അരുൺ, എന്താണ് തോന്നുന്നത്? റിപ്പോർട്ട് പുറത്തു വരുമോ? ഇന്നത്തെ ഒരു സാഹചര്യം കൂടി കണ്ട ശേഷം എന്ത് തോന്നുന്നു? സ്മൃതി, നമ്മൾ പ്രേക്ഷകരോടൊരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ. ഈ റിപ്പോർട്ട് ഇന്ന് 11 മണിക്ക് നമ്മൾ സംപ്രേഷണം ചെയ്യാനെല്ലാം ഒരുങ്ങിയിരിക്കുന്നതിന് തൊട്ട് മുൻപാണ്, ഏകദേശം ഒരു 2.5 മണിക്കൂർ മുൻപാണ് കോടതിയുടെ വിധി നമുക്കൊപ്പം ഉണ്ടായിരിക്കെ ഒരു നിയമതടസ്സവും ഇല്ലാതിരുന്നിട്ടും സർക്കാർ ആ ഉത്തരവ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്ന വിചിത്രമായ തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് നമ്മളെ വിശ്വസിക്കുന്ന മുഴുവൻ പ്രേക്ഷകരോടുമായി പറയുന്നു, ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്ന പ്രേക്ഷകരോടായി പറയുന്നു, സാമൂഹിക നീതി പുലരണമെന്ന് ഉറപ്പുള്ള പ്രേക്ഷകരോടായി പറയുന്നു, തൊഴിലിടങ്ങളിൽ സ്ത്രീക്ക് ആത്മാഭിമാനത്തോടുകൂടി പണിയെടുക്കേണ്ട സാഹചര്യം ഉറപ്പാക്കേണ്ട സർക്കാർ ആ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായ നമ്മൾ ആ റിപ്പോർട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ചൊവ്വാഴ്ചയ്ക്കു ശേഷം പുറത്തുവിടും. അതിൽ ഞാൻ 1-2 സൂചനകൾ പറയാം. കാരണം ഇത് പറയാനുള്ള കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന 2 കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ പ്രേക്ഷകർക്കൊപ്പം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഇറ്റ്സ് എ ബ്രേക്കിംഗ് തിങ്സ്. ഒന്ന്, എത്രമാത്രം ഗുരുതരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്നുള്ളതും ആരാണിതിൽ ഭയക്കുന്നത് എന്നുള്ളതും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രസക്തമായ ഒരു ഭാഗം എന്ന് പറയുന്നത്
ഈ സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെന്നും ആ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളിലൂടെയാണ് പുതിയ സിനിമയിലേക്ക് എത്തുന്ന നടികളെയും ഇത്തരത്തിൽ സഹകരിക്കാതിരിക്കുന്ന താരങ്ങളെയും ഇത്തരത്തിൽ വഴക്കിയെടുക്കുന്നതിനുള്ളൊരു സംവിധാനമുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എത്രമാത്രം ഭീതിതമായൊരവസ്ഥയാണ് എന്നത് ആലോചിക്കണം. അതായത് ഒരു വലിയ മാഫിയ സിസ്റ്റം പോലെ വളരെ തന്ത്രപരമായി കെണിയൊരുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്നും കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം താരങ്ങളുടെ പിന്തുണയോടുകൂടി ഇവരിത് ഉറപ്പാക്കുകയും ചെയ്യുന്നൊരു സിസ്റ്റം ഇവിടെയുണ്ട് എന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീതിതമായ അവസ്ഥയാണതെന്ന്. രണ്ടാമത്തെ ഒരു വിവരം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതായി നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനിൽ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പറയാം. ഇങ്ങനെ ഈ രീതിയിലേക്ക് ഈ ചൂഷണം നടത്താൻ വേണ്ടി പുതുതായി സിനിമയിലേക്ക് എത്തുന്ന ആർട്ടിസ്റ്റുകളിൽ പലരെയും വിദേശത്ത് നടത്തുന്ന പരിപാടികളിൽ കൊണ്ടുപോവുകയും അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ അത്തരത്തിൽ വഴക്കിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. റിപ്പോർട്ടിലുള്ളതായി ഞാൻ കരുതുന്ന ഒരു പ്രസക്തമായ ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആകെ ഒന്ന് ആദ്യം നനഞ്ഞാൽ പിന്നെ കുളിരില്ലല്ലോ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴികളിലൊന്ന്. ഞാനിത് സൂചിപ്പിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ പബ്ലിക് ഡൊമൈനിലേക്ക് വിടുന്നത് എത്രമാത്രം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് റിപ്പോർട്ടിന് ഒരു സാങ്കേതിക തടസ്സവുമില്ല, ഒരു നിയമ തടസ്സവുമില്ല. എന്നാൽ വിവരാവകാശ കമ്മീഷൻ സർക്കാരിനൊരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു. തീർച്ചയായും നമ്മളടക്കമുള്ള 8 മാധ്യമപ്രവർത്തകർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളും തിങ്കളാഴ്ച വരെ സമയം സർക്കാരിന് കൊടുക്കുന്നു. തീർച്ചയായും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ വരാത്ത പക്ഷം, ഇപ്പോൾ തന്നെ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ വരാത്ത പക്ഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടും. തീർച്ചയായും അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതിനെ തടയാൻ നിലവിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു സ്റ്റേ ഓർഡറും ഇപ്പോൾ നിലവിലില്ല എന്നതാണ് പ്രേക്ഷകർ അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് സ്മൃതി സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് ഭയക്കുന്നത്? ഈ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ബാക്കി ഞാൻ അടുത്ത ദിവസം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതിൽ പറയുന്ന വളരെ പ്രസക്തമായ കാര്യങ്ങളിലൊന്ന്, ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിൽക്കുന്ന പല വിഗ്രഹങ്ങളെയും തച്ചുടയ്ക്കാൻ പാകത്തിലുള്ളതാണ് എന്നതാണ്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മൾ കരുതുന്നതിനും അപ്പുറത്താണ് ഇതിന്മേലുള്ള സമ്മർദ്ദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിവരം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഇത് ആദ്യം ഈ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയവരുണ്ട്. സർക്കാരിന് തന്നെ ഈ റിപ്പോർട്ട് ആദ്യം പുറത്തുവിടുന്നതിന് താല്പര്യമില്ലായിരുന്നു. പലതവണ മാധ്യമപ്രവർത്തകർ സമീപിക്കുമ്പോഴും ഈ സർക്കാർ എടുത്തിരുന്ന നിലപാട് നെഗറ്റീവായിരുന്നു. കാരണം ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നാൽ ചലച്ചിത്ര മേഖലയാകെ സ്ഫോടനാത്മകമായി കുലുങ്ങും എന്നതായിരുന്നു സർക്കാരിൻ്റെ ഒരു നിലപാട്. എന്നാൽ വിവരാവകാശ കമ്മീഷൻ തുടർച്ചയായി 4.5 മാസക്കാലം വിവരാവകാശ കമ്മീഷനിൽ ഇതെത്തി അതിൻ്റെ നടപടിക്രമങ്ങളുമായി പോകുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ വരാത്ത കഥാപാത്രങ്ങൾ, താരങ്ങൾ ഒക്കെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അത്യന്തം ദുരൂഹമാണ്. ഒളിച്ചുകളി തുടരുന്നത് സർക്കാർ മാത്രമല്ല, ഈ മേഖലയുമായി ബന്ധപ്പെട്ട പല കോർണറുകളിൽ നിന്നുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകളും ഇതിൽ ഒളിച്ചുകളി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഇതിൽ നേരത്തെ രഞ്ജിനി രാവിലെ ഇന്ന് ഞാനുമായി സംസാരിച്ചപ്പോൾ രഞ്ജിനി പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് ഇതാണ്. നടി രഞ്ജിനിയെ ഞാൻ സംശയിക്കുന്നില്ല. കാര്യം രഞ്ജിനി ഭയക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അവരുടെ മൊഴി ആ റിപ്പോർട്ടിൽ അതേപടി പറയുകയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതെങ്കിലും ഒരു താരത്തിന് അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് തിരിച്ചറിയാൻ സാധിച്ചാൽ അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണെന്ന് അവർ ഭയക്കുന്നു. പക്ഷേ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, വിവരാവകാശ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഒരു താരത്തിന്റെ പേരുമില്ല, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മൊഴികൾ കൃത്യമായി അതേപടി കോട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. പകരമുള്ളത് എന്താണ്? ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 3 അംഗങ്ങളുടെയും വേർഷനാണ്. 3 അംഗങ്ങളുടെയും നിഗമനങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് മൊഴികളെ ആധാരമാക്കി. അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അതിൽ 233 പേജുകളിൽ പറയുന്ന പല കാര്യങ്ങളും, അത് ലൈംഗിക ചൂഷണം വളരെ ആസൂത്രിതമായ രീതിയിൽ നടക്കുന്ന ഒരു തൊഴിലിടമാണ് ചലച്ചിത്ര
മേഖല എന്നുള്ളത് അരക്കിട്ടുറപ്പിക്കുന്ന ഒന്നാണ്. അതിൽ ഈ രഞ്ജിനി വന്ന് ആവശ്യപ്പെടുന്നതനുസരിച്ച് മൊഴിയുടെ പകർപ്പ് തനിക്ക് കിട്ടുക എന്നതാണെങ്കിൽ അതിൽ പറയുന്നതിനൊരു ന്യായീകരണമുണ്ട്. അതാണ് നേരത്തെ ദീദി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതൊരു കുറ്റാന്വേഷണ വേളയിലും, ഏതൊരു മൊഴിയൊടുക്കൽ വേളയിലും, ഏതൊരു കമ്മീഷൻ്റെയോ കമ്മിറ്റിയുടെയോ ഇനി പോലീസിൻ്റെയോ അന്വേഷണ ഘട്ടത്തിലും നമ്മൾ മൊഴി കൊടുക്കാൻ പോകുമ്പോൾ ആ മൊഴി കേട്ട് എഴുതിയതിനു ശേഷം അതിൻ്റെ അത് ഈ ആരാണോ മൊഴി കൊടുത്തത് അയാളെ വായിച്ച് കേൾപ്പിച്ചത് ബോധ്യപ്പെട്ടു എന്ന് അവരുടെ ഒപ്പുമിട്ടാണ് അത് മാറ്റുക. അതിലെന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ ആ സമയത്ത് നിർദ്ദേശിക്കാം. ആ സമയത്ത് മൊഴിയുടെ പകർപ്പ് അവർക്ക് വായിച്ചു കേൾക്കാനുള്ള അവകാശമുണ്ട്. അത് ഈ മൊഴി കൊടുക്കുന്നയാളുടെ അവകാശമാണ്. ഒരിക്കൽ മൊഴി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രോസസ്സിങ്ങിന് വിധേയമായി ഒന്നുകിൽ റിപ്പോർട്ടായോ അതല്ല ഒരു വിധിയായോ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ റിപ്പോർട്ടും വിധിയും ആദ്യം മൊഴി നൽകിയവർക്ക് കൊടുക്കണം എന്നുള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. അത് കമ്മീഷന്റെ നടപടിക്രമങ്ങളിലില്ല, കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളില്ല, നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ നിയമ സംവിധാനങ്ങളിലില്ല. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത ഒരു നിയമം ചൂണ്ടിക്കാട്ടി, ഇല്ലാത്തൊരു അവകാശം ചൂണ്ടിക്കാട്ടി രഞ്ജിനി എങ്ങനെയാണ് കോടതിയിൽ പോവുക? ഞാൻ അപ്പോഴും പറയുന്നു, രഞ്ജിനിയെ പോലെ ഇരയാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതമാരാക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ആശങ്കകൾ വാലിഡാണ്. പക്ഷേ നിലവിൽ നിയമപരമായി ഒന്നും അവർക്ക് അതിൽ നിന്ന് ചെയ്യാനില്ല. മാത്രവുമല്ല, പുറത്തു വരേണ്ട 4.5 വർഷക്കാലം ഒളിച്ചു വയ്ക്കപ്പെട്ടൊരു ഡോക്യുമെന്റ് പുറത്തു വരാറാവുന്ന ഘട്ടത്തിൽ അതിനെതിരെ തടസ്സമായി വരുന്നതിൽ ഒരാൾ സജീവ് പാറയിൽ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവാണ്. ഒരു നിർമ്മാതാവ് വരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ എൻ്റെ പേര് കളങ്കിതമാകുമെന്നുള്ള പൊതു താല്പര്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് അത് തള്ളിപ്പോയത്. അത് പൊതു താല്പര്യമല്ല, അത് അയാളുടെ സ്വകാര്യ താല്പര്യമാണ്. അതായത് ഈ സിനിമാ മേഖലയിൽ അനാശാസ്യങ്ങൾ നടക്കുന്നുണ്ടെന്നും താൻ ഉൾപ്പെട്ട ഒരു വിഭാഗം അനാശാസ്യം നടത്തിയതായി അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് പുറത്തു വന്നാൽ തനിക്ക് കളങ്കമാകുമെന്ന് ഭയക്കുന്നവർ ഒരു ഭാഗത്ത്. മറിച്ച് രണ്ടാമത്തെ ഒരു ഭാഗത്തുള്ളത് നോക്കട്ടെ, ഈ സിനിമയിൽ അനാശാസ്യം നടക്കുന്നുണ്ടെന്നും അനാശാസ്യത്തിന് ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ തെളിവുകൾ മൊഴികളായി കൊടുത്തിരിക്കുന്നവർ അത് പുറത്തു വന്നാൽ തങ്ങൾക്ക് ഭീഷണിയാകുമെന്നും ഭയക്കുന്നു. ഇരയും വേട്ടക്കാരനും ഒരുപോലെ ഭയക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളത് വളരെ ഭീതിതമായ ഒരു അവസ്ഥയാണ്. ഇനി രഞ്ജിനി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ഈ പാറയിലിൻ്റെ ആർഗ്യുമെന്റിലേക്ക് പോകുന്നില്ല. കാരണം അത് അങ്ങേയറ്റം വിഷലിപ്തമായ നിക്ഷിപ്ത താല്പര്യമുള്ളൊരു നിലപാടായിരുന്നു. അത് കോടതി ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അത് പ്രസക്തമല്ല. പക്ഷേ രഞ്ജിനി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശങ്ക അതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. അതിലൊന്ന്, 4.5 വർഷക്കാലം ഈ ഡോക്യുമെന്റ് വെളിച്ചം കാണാതിരുന്നു. അന്നൊരിക്കൽ പോലും സർക്കാരിനോട് ഈ റിപ്പോർട്ട് തനിക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി രഞ്ജിനി പോയിട്ടില്ല. വൈ? എന്തുകൊണ്ട്? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോസസ്സ് നടക്കുന്ന വേളയിൽ വിവരാവകാശ കമ്മീഷൻ ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പല ചർച്ചകളും ഉയർന്നു വന്നു. ആ ചർച്ച ഉയർന്നു വരുന്ന ഘട്ടത്തിൽ 3ഓളം സിറ്റിങ്ങുകൾ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിറ്റിങ്ങുകൾ നടക്കുന്ന ഘട്ടത്തിലും ഇതിൻ്റെ റിപ്പോർട്ട് വിളിച്ചു വരുത്താൻ സർക്കാരിന് വിവരാവകാശ കമ്മീഷൻ ആദ്യം കത്തയക്കുന്ന ഘട്ടത്തിലും എന്തുകൊണ്ടാണ് നടി ഈ 4.5 മാസത്തിനുള്ളിൽ ഇങ്ങനെ ഈ റിപ്പോർട്ട് തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട് വരാതെ പോയത്? 3, ഇതിൽ സജീവ് പാറയിലടക്കമുള്ള സംവിധായകൻ ഈ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചില്ലേ? ആ ഘട്ടത്തിൽ ഇത് വാർത്തയായില്ലേ? ആ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ ഈ നടി സമീപിക്കാഞ്ഞത്? അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അവസാന മണിക്കൂറുകളിൽ ഇത്തരമൊരു ആശങ്ക ഉയർത്തിക്കൊണ്ട് നടി വരുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാവും. ഞാൻ ആ നടിയെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ആ നടി കൊടുത്തിരിക്കുന്ന മൊഴി ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷേ ആ നടിയുടെ പേരോ സാഹചര്യമോ അതിൽ വിവരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ റിപ്പോർട്ടിൽ മൊഴികളോ തെളിവുകളോ ബൈറ്റുകളോ വാട്സപ്പ് ചാറ്റുകളോ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തുവിടുന്നില്ല എന്ന് കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നടിയുടെ ആർഗ്യുമെന്റ് എങ്ങനെയാണ് നിലനിൽക്കുക? ഇതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 3 അംഗങ്ങളുടെ നിഗമനങ്ങളും അവർ കണ്ടെത്തിയ കാര്യങ്ങളുമാണ് റിപ്പോർട്ടിലുള്ളത്. അത് നടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള മൊഴിയെ അതേപടി കോട്ട് ചെയ്യുന്നതല്ല എന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കുന്ന ഒരു വിവരാവകാശ കമ്മീഷനും സർക്കാരും പറഞ്ഞാൽ അതിനു മുകളിൽ പിന്നെ എങ്ങനെയാണ് ഒരു സംശയം ഉണ്ടാവുക എന്നതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നോക്കൂ, ഇതേപോലെ ഏതെങ്കിലും ഒരു കമ്മീഷനും കമ്മിറ്റിക്ക് മുമ്പിൽ ഒരാൾ മൊഴി കൊടുത്ത് ആ പകർപ്പ് തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ 1000ഓളം ആളുകൾ മൊഴി കൊടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് 1000 മൊഴി കൊടുത്ത ആളുകൾക്കും ആദ്യം കൊടുത്തിട്ടേ പ്രസിദ്ധീകരിക്കാവൂ എന്ന് വന്നാൽ ആ കമ്മിറ്റിയുടെ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ രഹസ്യാത്മകത എങ്ങനെയായിരിക്കും? ഈ നാട്ടിൽ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ തനിക്ക് മൊഴി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കമ്മീഷന് മുന്നിൽ ഹാജരാവുകയും നാളെ ഈ റിപ്പോർട്ട് പുറത്തു
വരാതിരിക്കാൻ അയാൾ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്താൽ കമ്മീഷന്റെ ആ ഉദ്ദേശശുദ്ധി തന്നെ ഇല്ലാതാവില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് രഞ്ജിനിക്ക് മറുപടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഒരു പ്രസക്തമായ കാര്യം, ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ വായിച്ചു നോക്കി ബോധ്യപ്പെടുകയാണെങ്കിൽ, ഹൈക്കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല, ഹൈക്കോടതി 333 പേജുകളുള്ള ഈ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പല കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടാം. കോടതിക്ക് സ്വമേധയാ സർക്കാരിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടാം. അങ്ങനെ വന്നാൽ ഈ നടി മൊഴി കൊടുക്കേണ്ടി വരില്ലേ? ഈ പറയുന്ന പാറയിൽ പോയി കോടതിക്ക് മുന്നിൽ നിൽക്കേണ്ടി വരില്ലേ? ഈ നടന്മാർ കുടുങ്ങില്ലേ? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു സാധ്യത, ഒരു നിയമപരമായ സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് വേണമെങ്കിൽ ഈ റിപ്പോർട്ട് പരിഗണിച്ച് ഇതിൽ ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടെന്നും പോക്സോ അടക്കമുള്ള വിഷയങ്ങളിൽ അത്ര ഗൗരവതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാമെന്നും കേസെടുക്കണമെന്നും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചാൽ ആരാണ് വെട്ടിലാവാൻ പോകുന്നത്? അതുകൊണ്ട് പിടിച്ചിരിക്കുന്നതിനേക്കാൾ വലുതാണ് ഉള്ളിലുള്ളത് എന്നത് മനസ്സിലാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത് ഈ സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിലിടം ഉറപ്പുവരുത്തണം എന്ന ഒരു ആശയവും നിലപാടുമുള്ളവർക്ക് ചേരുന്നതല്ല ഈ ഒളിച്ചുകളി എന്ന് ഒരിക്കൽ കൂടി സർക്കാരിനോട് പറയട്ടെ. ഈ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് കോടതിയുടെ സ്റ്റേ ഇല്ലാത്ത സാഹചര്യത്തിൽ പുറത്തെത്തിക്കുക, സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു തൊഴിലിടത്തിലെ ഒരു വലിയ മാഫിയെ തുറന്നു കാട്ടുക. തീർച്ചയായും പല വിഗ്രഹങ്ങളും വീണുടയേണ്ട വിഗ്രഹങ്ങളാണെങ്കിൽ ഉടഞ്ഞിരിക്കണം. അങ്ങനെ വിഗ്രഹങ്ങൾ ഉടച്ചുകൊണ്ടാണല്ലോ പുരോഗമന സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ പുരോഗമന സർക്കാരിന്റെ നിലപാടിന് ചേരുന്നതല്ല ഇപ്പോഴത്തെ ഒളിച്ചുകളി എന്ന് മാത്രം പറയുന്നു. ശരി, റിപ്പോർട്ട് പുറത്തു വരുമോ എന്ന ചോദ്യത്തിന് ഇന്നലെ ഏറെ പ്രതീക്ഷയോടെ ഇതേ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ് എന്ന അഭിപ്രായമുള്ളപ്പോഴും റിപ്പോർട്ട് പുറത്തു വരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ തോന്നൽ. അതിനുള്ള സാഹചര്യം, അതിൻ്റെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ പൂർണ്ണമായും സംശയിക്കുകയാണ് എന്നുള്ളതാണ്. റിപ്പോർട്ട് പുറത്ത് വരേണ്ടതാണ് എങ്കിൽ ഇങ്ങനെയല്ല സർക്കാർ പ്രതികരിക്കേണ്ടത്. ഇന്ന് 11 മണിക്ക് ആ റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നു. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം സർക്കാർ ഇന്ന് നമ്മൾക്കടക്കം റിപ്പോർട്ട് അടക്കം 8 മാധ്യമപ്രവർത്തകർക്ക് ആ റിപ്പോർട്ടിന് പകർപ്പ് നൽകേണ്ടതായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് നൽകിയില്ല. പകരം ഇപ്പോഴുള്ള കോടതി ഉത്തരവ് ആ റിപ്പോർട്ട് പുറത്തു വിടുക, ആ റിപ്പോർട്ടിന്മേൽ പൊതുസമൂഹം ചർച്ച നടത്തണം എന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നത്. ആ ഉത്തരവ് അവിടെ നിലനിൽക്കെ വേറൊരു ഹർജി കോടതിയിൽ പോവുകയും ആ ഹർജിയിന്മേൽ കോടതി ഒരു തീരുമാനം ഇതുവരെ എടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നാളെ എങ്ങനെ കോടതി പരിഗണിക്കുമെന്ന് നോക്കിയിട്ടാകാം എന്നൊരു സമീപനം സർക്കാർ എടുക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് എതിർത്ത് വരൂ, എന്നിട്ട് വേണം ഒന്ന് തടസ്സവാദം പറയാൻ എന്ന നിലപാടാണ് സർക്കാരിന് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണവും അതായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയനെ ഞാനല്ല, സാംസ്കാരിക വകുപ്പല്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പക്കലാണ് ആ റിപ്പോർട്ടുള്ളത്. അത് ഞാൻ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഒരു ഉദ്യോഗസ്ഥയാണ് എന്ന് മന്ത്രി പറയുകയാണ്. വകുപ്പിന് ഒരു ചുമതലയുമില്ലത്രേ. വകുപ്പാണ് ഇന്ന് ഈ റിപ്പോർട്ട് നൽകുമെന്ന് വകുപ്പിന് വേണ്ടി എസ് പി ഒ നൽകിയ കത്താണ് നമ്മുടെ പ്രതിനിധി റോഷിപാലിൻ്റെ കയ്യിലുള്ളത്. ഇതാ ഇന്ന് 11 മണിക്ക് റിപ്പോർട്ട് നൽകുന്നുവെന്ന്. ഇപ്പോൾ തടസ്സവാദം പറഞ്ഞതും അതേ എസ് പി ഒ തന്നെ നൽകിയ റിപ്പോർട്ടിലാണ്, പ്രതികരണത്തിലാണ്. അത് ഈ രഞ്ജിനിയുടെ പരാതി വന്നിരിക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ്. നടി രഞ്ജിനിയുടെ ഇടപെടലിലും സംശയമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. WCC അംഗമാണ് നടി രഞ്ജിനി. WCC എന്ന സംഘടന ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്നും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും അന്തസ്സ് കാക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം വരണമെന്നും ആഗ്രഹിക്കുമ്പോൾ അത് പൊതുമണ്ഡലത്തിലേക്ക് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മറിച്ചൊരു നിലപാട് WCCയിലെ ഒരു അംഗം തന്നെ പുറത്ത് എടുത്തിരിക്കുന്നത് WCCയോട് ആലോചിക്കാതെയാണ് എന്ന് അതിലെ മറ്റംഗങ്ങൾ തന്നെ പറയുകയാണ്. പക്ഷെ അപ്പോഴും അവരുടെ കൺസേൺ എന്താണ് എന്നുള്ളത് അത് അവരുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ട് അവരത് പറഞ്ഞുകൊള്ളട്ടെ എന്നൊരു വിശാല കാഴ്ചപ്പാട് ഇപ്പോൾ WCC എടുക്കുന്നു. പക്ഷേ ഞാൻ സംശയത്തോടാണ് വീക്ഷിക്കുന്നത്. കാരണം സജി പാറയിൽ നിന്ന് വ്യത്യസ്തമല്ല രഞ്ജിനിയുടെ നിലപാടും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ മനസ്സിലാക്കൽ. മറിച്ചുണ്ടാകുന്ന ഒരു സമീപനം ഉണ്ടാകട്ടെ, പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മനസ്സിലാക്കൽ അങ്ങനെയല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ അതിനെ തടസ്സവാദം ഉന്നയിക്കുന്നു. കാരണം ഇതിന് തുടക്കം മുതൽ പറയുന്നുണ്ട് സ്വകാര്യത സൂക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും പുറത്തു വരിക എന്ന്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഈ 2 പോയിന്റ്സ് ആണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. എത്ര മ്ലേച്ഛമായ സാഹചര്യമാണ് സിനിമാ മേഖലയിൽ ഉള്ളത് എന്നുള്ളതാണ്.
സഹകരിക്കുന്നവർ ഒരു വിഭാഗമായി നിൽക്കുന്നു, സഹകരിക്കുന്നവരെ മതി സിനിമയിൽ എന്ന നിലപാടെടുക്കുന്നു, അല്ലാത്തവർ പുറത്തു പോകുന്നു. അത് നമ്മൾ ഈ പറയുന്ന സഹകരണത്തിനപ്പുറം മറ്റു കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ മറിച്ചുള്ള നിലപാടെടുക്കും, ഇതിന്മേൽ ശക്തമായി പ്രതികരിക്കുകയും ചെയ്ത നടിമാർ, അമ്മ എന്ന സംഘടനയിൽ നിന്ന് പുറത്തുപോയി തന്നെ WCC രൂപീകരിച്ച നടിമാർ, അവർക്ക് എന്തൊക്കെ സഫർ ചെയ്തേണ്ടി വന്നിട്ടുണ്ട്, എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഈ കരിയർ തന്നെ നഷ്ടപ്പെട്ടവരുണ്ട്, ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളപ്പെട്ടവരുണ്ട്, ഈ വല്ലപ്പോഴും ഒരു സിനിമ ലഭിക്കുന്നവരുണ്ട്. ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് ഈ തരത്തിൽ ശക്തമായി പ്രതികരിച്ചവർ. അപ്പോൾ നമുക്കറിയാം ആരാണ് സഹകരിക്കുന്നവർ എന്ന രൂപത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന്. എല്ലാ തരത്തിലുള്ള സഹകരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ നിലപാടിന് വിരുദ്ധമായി അവർക്ക് റാൻ മൂളി നിൽക്കാത്തവരെല്ലാവരും തന്നെ സഹകരിക്കാത്തവരാണ്. അപ്പോൾ ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സർക്കാരിന് എന്താണ് സമ്മർദ്ദം എന്ന് ചോദിച്ചാൽ ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് സമ്മർദ്ദം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഭീഷണിയുടെ രൂപത്തിലും പ്രലോഭനത്തിൻ്റെ രൂപത്തിലും ഒക്കെയായി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രലോഭനവും ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ ഇതിങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകട്ടെ, നിയമ കുരുക്കുകളിൽപ്പെട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഈ നിമിഷം ആഗ്രഹിക്കുന്നത്. 4.5 വർഷം അടയിരുന്നതും അങ്ങനെയാണ്. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് അന്നേ ഘട്ടത്തിൽ തന്നെ നമ്മളടക്കമുള്ളവർ, റിപ്പോർട്ടർ അടക്കമുള്ളവർ സാംസ്കാരിക വകുപ്പിനോട് ആവശ്യപ്പെട്ടതാണ്. അന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. പിന്നീട് വിവരാവകാശ കമ്മീഷൻ വഴിയാണ് നമ്മൾ നീങ്ങിയത്. അപ്പോഴും വിവരാവകാശ കമ്മീഷനും വിവരങ്ങൾ പൂർണ്ണമായി നൽകുന്നതിന് സർക്കാർ വിമുഖത കാട്ടി. എന്നിട്ടിപ്പോൾ ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറയുകയാണ്, എന്താണ് ഇത്ര വിപ്രാളം, ആർക്കാണ് ഇത്ര തിരക്ക് എന്ന്. തിരക്കുണ്ട്. സിനിമാ മേഖലയിൽ അന്തസ്സോടെ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് തിരക്കുണ്ട്. ആ തിരക്ക് സർക്കാരിന് മനസ്സിലാകുന്നില്ലെങ്കിൽ സർക്കാരിനോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഈ 4.5 വർഷം അടയിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്ന സാഹചര്യം എന്താണ്? സർക്കാർ സ്വന്തം നിലയ്ക്ക് റിപ്പോർട്ടിന് ഒരു സമിതിയെ നിശ്ചയിക്കുകയെന്നല്ല ചെയ്തത്, ഒരു കമ്മിറ്റി നിശ്ചയിക്കുകയല്ല ചെയ്തത്. ഇങ്ങനൊരു ആവശ്യം WCC എന്നൊരു സംഘടന രൂപീകരിച്ച ശേഷം അവർ മുന്നോട്ട് പോയി ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് പഠിക്കാൻ ഒരു സമിതി വേണമെന്ന്. അങ്ങനെയാണ് ആദ്യം കമ്മീഷനെന്ന് ആലോചിച്ചു. കമ്മീഷനായാൽ കുറച്ചുകൂടി ശക്തമാകുമല്ലോ. കമ്മീഷൻ വന്നാലുള്ള കുഴപ്പങ്ങൾ എന്ന് ഞാൻ കോഴ്സിലാണ് പറയുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളതുകൊണ്ടാണ് കമ്മിറ്റിയായത്. കമ്മിറ്റിയാകുമ്പോൾ ഇത്രയേ ഉള്ളൂ ഉത്തരവാദിത്വം എന്നുള്ളതുകൊണ്ടാണ് അത് പുറത്തു വിടേണ്ടതില്ല എന്നൊരു നിലപാടും എടുക്കാം. അതിന്മേലാണ് അടയിരുന്നത്. നിയമം തയ്യാറാക്കുമെന്ന് വെറുതെ സഭയിൽ പറയുക, കാലങ്ങളോളം മാറ്റിവെക്കുക, ആർക്കാണ് ധൃതി എന്ന് ചോദിക്കുക, വലിയ വ്യവസായത്തിൽ നിന്ന് വരുന്ന നേട്ടമൊക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് കരുതുക, അവിടുത്തെ സ്ത്രീകൾ അന്തസ്സില്ലാതെ ഗതികെട്ട് ജീവിക്കേണ്ട സാഹചര്യം വരുത്തുക. ഇതാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ചല്ലെങ്കിൽ സർക്കാർ തെളിയിക്കണം. റിപ്പോർട്ട് പുറത്തു വരുമെന്ന് ചോദിച്ചാൽ സർക്കാർ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതി അങ്ങനെ ഇടപെട്ട് പറയണം, അല്ലാതെ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു വിടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്മൃതി, ഒരു കാര്യം ഞാൻ പറയാം. ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം പിന്നെ പുറത്തു വന്നിട്ടില്ല എന്നൊന്നും വിചാരിക്കുന്ന ഒരു മണ്ടത്തരം എനിക്കില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കമൊക്കെ അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആ അറിയേണ്ടവർ അറിഞ്ഞത് തന്നെയാണ് ഈ റിപ്പോർട്ട് പൂർത്തിവെക്കപ്പെടുന്നതിനുള്ളൊരു സാഹചര്യം. അറിയേണ്ടവർ ആരാണെന്ന് അറിയാമല്ലോ, ആഗ്രഹിക്കുന്നവർ. അതെ, അപ്പോൾ ആ അറിയേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, ആ അറിയേണ്ടവർ അറിഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ മേലുള്ള സമ്മർദ്ദവും ഈ സർക്കാർ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ സർക്കാർ വളരെ സുതാര്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊരു പൊസിഷൻ എടുത്തിട്ട് ഇത് പിന്നെ നമ്മൾ എത്ര കാലമായിട്ട് പറയുന്നതാണ് ഈ മേഖലയിൽ നടക്കുന്ന വലിയ ചൂഷണം, ആ ചൂഷണം അവസാനിപ്പിക്കാൻ വലിയ പ്രതിബദ്ധതയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ CPM എന്ന് പറയുന്നത്. ആ CPM അല്ലേ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിബദ്ധത നടപ്പാക്കാൻ വേണ്ട ഒരു പുരോഗമനപരമായ ഉന്നതി ഈ സർക്കാർ കാണിക്കണം. നമുക്ക് ഒക്കെ അപ്പുറത്താണ് ചില വ്യക്തിബന്ധങ്ങൾ, ചില വ്യക്തികളുടെ സമ്മർദ്ദങ്ങൾ എന്ന് വരുന്നത് ഒരു നല്ല കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഒട്ടും തന്നെ നിഷ്കളങ്കമായി ഞാൻ രഞ്ജിനിയുടെ ഈ ഇടപെടലിനെ കാണുന്നില്ല. ഒട്ടും തന്നെ നിഷ്കളങ്കമല്ല. ഇന്നലെ വൈകുന്നേരം രൂപപ്പെടുന്ന ഒരു പൗരബോധവും സ്വാതന്ത്ര്യബോധവും ഒന്നും അല്ല രഞ്ജിനിയുടേത്. രഞ്ജിനി ഒരു മിടുക്കിയായ കലാകാരിയാണ്, നല്ല വിദ്യാഭ്യാസവും അറിവുമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അവർ ആ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോയിട്ട് കൃത്യമായിട്ട് ഈ മൊഴി കൊടുത്തിരിക്കുന്നതെന്നേ. നല്ല ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെയാണ് പോയിട്ട് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇന്നലെ അവസാന നിമിഷം ഇത്തരത്തിലൊരു വളരെ പെട്ടെന്ന് എന്തായിരിക്കും എൻ്റെ മൊഴിയായിട്ട് വരാൻ പോകുന്നതെന്നൊരു ആകാംക്ഷ എങ്ങനെയാണ് രഞ്ജിനിക്ക് രൂപപ്പെട്ടത്, അത് നിഷ്കളങ്കമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായി ഒരു ഒളിച്ചുകളി നടക്കുന്നു. മാത്രമല്ല സജി ചെറിയാൻ എന്ന് പറഞ്ഞത് ആർക്കാണ് ഇത്ര തിരക്ക്, എന്താണ് ഇത്ര വെപ്രാളം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു ശരിയായ ചോദ്യവുമല്ല. എന്താണിപ്പോൾ എത്ര തിരക്ക്, അല്ലെങ്കിൽ ആർക്കാണ് ഇത്ര ഉത്തരവാദിത്വം? ഇത് സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് വളരെ കൃത്യമായി പിന്നെ സഭയുടെ മേശപ്പുറത്ത് വെച്ചല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കുട്ടികളെ മാറ്റി നിർത്തുക, കുട്ടികൾ കാണരുത് വാർത്താ സമ്മേളനം, പ്രായപൂർത്തിയായവർക്ക് മാത്രമുള്ള വാർത്താ സമ്മേളനം. അപ്പോൾ അങ്ങനെയൊക്കെ
വളരെ ബോൾഡായ സ്റ്റെപ്പ് എടുത്തിട്ടുള്ള ഒരു സർക്കാരല്ലേ, മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കാര്യത്തിലും നല്ല ഇപ്പം രാഷ്ട്രീയമായി നമ്മൾക്ക് നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എനിമീസിനോടുള്ള ഒരു സമീപനം, മറ്റൊന്ന് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരായി നിൽക്കുന്ന ആളിനോട് മറ്റൊരു സമീപനം, ആ രീതിയിലൊന്നും ഒരു ഡബിൾ സ്റ്റാൻഡേർഡൊന്നും ഈ സമൂഹം അംഗീകരിക്കത്തില്ല. അത് വളരെ പെട്ടെന്ന് തിരിച്ചറിയും. അത് നിങ്ങളത് അംഗീകരിക്കുന്നോ ഉൾക്കൊള്ളുന്നോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ്. ജനങ്ങളൊക്കെ ഇത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയപ്പെടും. അങ്ങനെ വരുമ്പോൾ കള്ളി വെളിച്ചത്താകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉത്തമമായ സർക്കാർ, നല്ല പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഈ മേഖലയിലൊക്കെ ഉള്ള ഈ ചൂഷണങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നല്ല നിലപാടെടുക്കട്ടെ. ആ നല്ല നിലപാട് ആർജവത്തോടെ എടുക്കാൻ ഈ സർക്കാരിന് കഴിയേണ്ടതുണ്ട്. സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ സർക്കാർ എക്സ്പോസ്ഡ് ആയി പോകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ശരി, റിപ്പോർട്ട് പുറത്തു വരുമോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് 2, നോ എന്ന ഞാൻ. Meet the editors.